ഒരു സിനിമ റിലീസായിട്ട് 30 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും ഒരു തിയേറ്ററിൽ ആ പടം ഓടുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ചിലർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും 1995 ഒക്ടോബർ 20 ഷാറുഖ് ഖാനും കാജോളും മത്സരിച്ച് അഭിനയിച്ച് പുറത്തിറങ്ങിയ ദിൽവാലെ ദുൽഹനിയ ലേ ജായേഗ എന്ന സിനിമയുടെ റിവ്യൂ ആണ് ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഒരു ട്രെയിൻ യാത്രക്കിടയിലാണ് ആദ്യമായി ഇരുവരും കണ്ടുമുട്ടുന്നത്. അതായത് ഷാറുഖ് ഖാനും കാജോളും. തുടക്കത്തിലൊക്കെ രണ്ടാളും തമ്മിലൊരു കച്ചറയായിരുന്നു. പിന്നെ പോകെ ഇരുവരും പ്രണയത്തിലാകുന്നു. അങ്ങനെ ഇരിക്കെ നമ്മുടെ സിമ്രാൻ്റെ അച്ഛൻ, അതായത് കാജോളിൻ്റെ ക്യാരക്ടറിൻ്റെ പേരാണ്, അവളുടെ അച്ഛൻ അവൾക്ക് നാട്ടിലൊരു കല്യാണം ഉറപ്പിക്കുകയും അവളെ അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. ഇതറിയുന്ന SRK ഇന്ത്യയിലേക്ക് വരികയും തുടർന്ന് ഇരുവരും ഒളിച്ചോടുന്നതിന് പകരം സിമ്രാൻ്റെ അച്ഛൻ്റെയും കുടുംബക്കാരുടെയും അനുവാദത്തോടു കൂടി അവളെ സ്വന്തമാക്കാൻ നടത്തുന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ കഥ. ഒരുവിധം എല്ലാവരും ഈ സിനിമ കണ്ടതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ചുരുക്കി ഈ കഥ പറഞ്ഞത്. പിന്നെ ഈ സിനിമയുടെ ആത്മാവെന്ന് പറയുന്നത് ഇതിലെ പാട്ടുകളാണ്. സറാസ ചൂമിലുമേ, അതുപോലെ തന്നെ തുജേ ദേഖാ തോ യേ ജാനാ സനം, അതുപോലെ വേറൊരു പാട്ടും കൂടിയുണ്ട്, മേരെ ഖവാബോ മേ ആയ. ഈ സിനിമ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്, അതായത് 30 വർഷമായിട്ടും ഓടിക്കൊണ്ടിരിക്കുന്നത് മുംബൈയിലെ മറാത്ത മന്ദിർ എന്ന തിയേറ്ററിലാണ്. ഏകദേശം 30 രൂപയാണ് ആ ടിക്കറ്റിന് പ്രൈസായിട്ട് വരുന്നത്. ഇപ്പോഴും ആൾക്കാർ ആ പടം കണ്ടുകൊണ്ടിരിക്കുന്നു. അത്രയ്ക്ക് റിപ്പീറ്റ് വാല്യൂ ഉള്ള ചിത്രമാണ്. അപ്പോൾ നിങ്ങളെന്തായാലും കാണാത്തവർ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഒരു കാര്യം പറയാൻ മറന്നു, ഇതിൽ SRK ഷാറുഖ് ഖാനിൽ നിന്നും കിങ് ഖാൻ ആയത് ഈ ചിത്രത്തിന് ശേഷമാണ്. ബൈ.